ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഒരു നോൺ ലീനിയർ സിസ്റ്റത്തിൻ്റെ സ്റ്റെബിലിറ്റി അനലൈസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, കൺസിഡർ എ യൂണിറ്റി ഫീഡ്ബാക്ക് സിസ്റ്റം ഷോൺ ഇൻ ഫിഗർ ഹാവിങ് എ സാച്ചുറേറ്റിംഗ് ആംപ്ലിഫയർ വിത്ത് ഗെയിൻ കെ. ഡിറ്റർമൈൻ ദ മാക്സിമം വാല്യൂ ഓഫ് കെ ഫോർ ദ സിസ്റ്റം to stay stable. What would be the frequency and nature of limit cycle for a gain ഓഫ് കെ ഈസ് ഈക്വൽ ടു 2.5. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെ പഠിച്ചായിരുന്നു? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളൊരു സ്റ്റെബിലിറ്റിയെക്കുറിച്ച് പഠിച്ചു. അതായത് എപ്പോഴൊക്കെയാണ് ഒരു സിസ്റ്റം സ്റ്റേബിൾ ആവുന്നത്, അതായത് എൻക്ലോഷറിനെ പറ്റി പഠിച്ചു. G(j)(ω) ലോക്കസും -1/kn ലോക്കസും വെച്ചിട്ട് ഒരു സിസ്റ്റം സ്റ്റേബിൾ ആവാൻ എങ്ങനെ സ്റ്റേബിൾ ആവുമെന്ന് നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ സ്റ്റേബിൾ ആൻഡ് അൺസ്റ്റേബിൾ ലിമിറ്റ് സൈക്കിളിനെ പറ്റി പഠിച്ചു. അപ്പോൾ ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ ഇതാണ് നമ്മൾ തന്നേക്കുന്ന ഒരു യൂണിറ്റി ഫീഡ്ബാക്ക് സിസ്റ്റം. അപ്പോൾ ഇവിടെ G(j)(ω) എന്ന് പറയുന്നതാണ് നമ്മുടെ സിസ്റ്റം. പിന്നെ നമുക്ക് എന്തുണ്ട്? ഒരു സാച്ചുറേറ്റിംഗ് ആംപ്ലിഫയർ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തൊക്കെ കണ്ടുപിടിക്കണം? ഡിറ്റർമൈൻ ദ മാക്സിമം വാല്യൂ ഓഫ് കെ ഫോർ ദ സിസ്റ്റം ടു സ്റ്റേ സ്റ്റേബിൾ. അതായത് സിസ്റ്റം സ്റ്റേബിൾ ആയിട്ടിരിക്കുന്ന മാക്സിമം വാല്യൂ, കെയുടെ മാക്സിമം വാല്യൂ. കെ എന്ന് പറഞ്ഞാൽ ആംപ്ലിഫയർ ഗെയിനാണ്. ആ കെയുടെ മാക്സിമം വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം. അതുപോലെ എന്ത് കണ്ടുപിടിക്കണം? വാട്ട് വുഡ് ബി ദ ഫ്രീക്വൻസി ആൻഡ് നേച്ചർ ഓഫ് ലിമിറ്റ് സൈക്കിൾ ഫോർ എ ഗെയിൻ ഓഫ് കെ ഈസ് ഈക്വൽ ടു 2.5. കെ ഈക്വൽ ടു 2.5 ആകുമ്പോഴുള്ള ലിമിറ്റ് സൈക്കിളിൻ്റെ എന്ത് കണ്ടുപിടിക്കണം? നേച്ചറും ഫ്രീക്വൻസിയും നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. ഫസ്റ്റ്, ദ സ്റ്റെബിലിറ്റി ഓഫ് എ സിസ്റ്റം ക്യാൻ ബി അനലൈസ്ഡ് ബൈ യൂസിങ് പോളാർ പ്ലോട്ട്. പോളാർ പ്ലോട്ട് വെച്ചിട്ടാണ് നമ്മളൊരു സിസ്റ്റത്തിൻ്റെ സ്റ്റെബിലിറ്റി അനലൈസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യും? ദ ഗെയിൻ കെ ഓഫ് സാച്ചുറേറ്റിംഗ് ആംപ്ലിഫയർ ക്യാൻ ബി അറ്റാച്ച്ഡ് ടു G(j)(ω). ഓക്കെ, ആ കെ എന്ന് പറയുന്ന ഗെയിൻ നമ്മൾ ഏതുമായിട്ട് അറ്റാച്ച് ചെയ്യും? G(j)(ω) ആയിട്ട് അറ്റാച്ച് ചെയ്യും. അപ്പോൾ എന്ത് വരും? നമ്മുടെ G(j)(ω) ഈസ് ഈക്വൽ ടു കെ ബൈ J(ω) ഇൻറ്റു 1+J(0.5)Ω ഇൻറ്റു 1+J(4)Ω. എന്നിട്ട് നമ്മൾ ആംപ്ലിഫയർ ഗെയിൻ ഒരു യൂണിറ്റി ഗെയിൻ ആംപ്ലിഫയർ ആയിട്ട് കൺസിഡർ ചെയ്യും. അപ്പോൾ കെ ഈസ് ഈക്വൽ ടു എന്താവും? 1 ആവും. ഓക്കെ, അപ്പോൾ നമ്മൾ കെ ഈസ് ഈക്വൽ ടു 1ലുള്ള പോളാർ പ്ലോട്ടാണ് നമ്മൾ ഫസ്റ്റ് വരയ്ക്കുന്നത്. അതിന് നമ്മൾ G(j)(ω)യിൽ കെ ഈസ് ഈക്വൽ ടു 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ എന്ത് വരും? G(j)(ω) ഈസ് ഈക്വൽ ടു 1/J(ω) ഇൻറ്റു 1+J(0.5)Ω ഇൻറ്റു 1+J(0.4)Ω. ഇനി നമ്മൾ എന്ത് ചെയ്യും? അതിൻ്റെ പോളാർ ഫോമിലാക്കി എഴുതും. ഓക്കെ, പോളാർ ഫോമിൽ വെച്ചാൽ ആംഗിൾ ആക്കിയിട്ട് എഴുതും. അപ്പോൾ എന്ത് വരും? 1/ω സ്ഥാനത്ത് ഒമേഗ ആംഗിൾ 90 ഡിഗ്രി. അടുത്തത് എന്ത് വരും? ആംപ്ലിറ്റ്യൂഡും ആംഗിളും എഴുതുമ്പം √1 + 0.5ω സ്ക്വയർ, അതായത് 0.25ω സ്ക്വയർ. ആംഗിൾ എന്ത് വരും? tan ഇൻവേഴ്സ് ഓഫ് 0.5ω ഇൻറ്റു അടുത്തത് √1 + 4ω സ്ക്വയർ എന്താ? 16ω സ്ക്വയർ. ആംഗിൾ tan ഇൻവേഴ്സ് ഓഫ് 4ω. ഇനി നമ്മൾ എന്ത് ചെയ്യും? അതിൻ്റെ ആംപ്ലിറ്റ്യൂഡും ഫേസ് ആംഗിളും സെപ്പറേറ്റ് ചെയ്യും. അപ്പോൾ ആംപ്ലിറ്റ്യൂഡ് എന്താണ്? G(j)(ω) ഈസ് ഈക്വൽ ടു 1 ആംപ്ലിറ്റ്യൂഡ് മാത്രം ഒമേഗ √1 + 0.25ω സ്ക്വയർ √1 + 16ω സ്ക്വയർ. ആംഗിൾ എന്ത് വരും? ആംഗിൾ നമ്മുടെ ഡിനോമിനേറ്ററിൽ നിന്ന് ന്യൂമറേറ്ററിലോട്ട് പോകുമ്പോൾ എന്ത് വരും? നെഗറ്റീവ് സൈൻ വരും. അപ്പോൾ -90 മൈനസ് tan ഇൻവേഴ്സ് ഓഫ് 0.5ω മൈനസ് tan ഇൻവേഴ്സ് ഓഫ് 4ω. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യും? ഡിഫറെൻറ്റ് വാല്യൂസ്. ഇപ്പോൾ നമുക്ക് എന്തൊക്കെയുണ്ട്? മാഗ്നിറ്റ്യൂഡും ഉണ്ട്, ഫേസ് ആംഗിളും ഉണ്ട്. അപ്പം ഇതിൽ രണ്ടിലും ഡിഫറെൻറ്റ് വാല്യൂസ് ഓഫ് ഒമേഗ കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പോളാർ പ്ലോട്ട് വരയ്ക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഒമേഗയുടെ വാല്യൂസ് എന്തൊക്കെയാണ്? 0.4, 0.5, 0.6, 0.8, 1, 1.2 നമ്മൾ ഈ ഇക്വേഷൻസിൽ അപ്ലൈ ചെയ്ത് കൊടുത്തു. മാഗ്നിറ്റ്യൂഡിൻ്റെ ഫേസ് ആംഗിളിൻ്റെ ഇക്വേഷൻസിൽ അപ്ലൈ ചെയ്ത് കൊടുത്തപ്പോൾ നമുക്ക് കറസ്പോണ്ടിങ് മാഗ്നിറ്റ്യൂഡും ഫേസ് ആംഗിളും വന്നു. ഈ താഴെ ചെയ്തേക്കുന്നതിന് നമ്മളത് പോളാർ ഫോമിനെ റെക്റ്റാങ്കുലർ ഫോമാക്കി കൺവേർട്ട് ചെയ്തു. അത് നമ്മൾ കാൽക്കുലേറ്ററിൽ വെച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. ആ പോളാർ ഫോമിനെ റെക്റ്റാങ്കുലർ ഫോമാക്കി കൺവേർട്ട് ചെയ്ത്, അതായത് റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടുമായിട്ട് കൺവേർട്ട് ചെയ്ത്, എന്നാൽ മാത്രമേ നമുക്ക് ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ പോയിൻറ്റ്സ് എടുത്തു. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ പോളാർ പ്ലോട്ട് വരയ്ക്കുന്നത് എങ്ങനെയാണ്? നമ്മളെ ക്വസ്റ്റ്യൻ അടുത്ത് തന്നേക്കുന്നത് എന്താണ്? കെ ഈസ് ഈക്വൽ ടു 2.5 ആകുമ്പോൾ ഉള്ള പോളാർ പ്ലോട്ട് നമുക്ക് വരയ്ക്കണം. അപ്പം ആ G(j)(ω)യിൽ നമ്മൾ കെ ഈസ് ഈക്വൽ ടു, നേരത്തെ നമ്മൾ 1 ആയിരുന്നു കൊടുത്തത്, ഇപ്പോൾ നമ്മൾ ഗെയിൻ എന്ത് ചെയ്യണം? 2.5 കൊടുക്കണം. അപ്പോൾ ഈ കെ മാറ്റുമ്പോൾ നമുക്ക് എന്ത് പറ്റും? ഫേസ് ആംഗിളിന് മാറ്റമൊന്നുമില്ല. ഓക്കെ, നേരത്തെ 1 കൊടുത്തപ്പോൾ ഉള്ള ഫേസ് ആംഗിൾ തന്നെ ആയിരിക്കും വരുന്നത്. അപ്പോൾ നമ്മളിവിടെ ആംപ്ലിറ്റ്യൂഡ് മാത്രമേ മാറുള്ളൂ. അപ്പോൾ ആംപ്ലിറ്റ്യൂഡ് എന്ത് വരും? 2.5/ω
റൂട്ട് ഓഫ് 1 പ്ലസ് 0.25 ഒമേഗ സ്ക്വയർ റൂട്ട് ഓഫ് 1 പ്ലസ് 16 ഒമേഗ സ്ക്വയർ. ഓക്കെ, ഇനി അതിൻ്റെയും നമ്മൾ സെയിം എന്താണ് ഒമേഗ വാല്യൂസ്, ഡിഫറെൻറ്റ് ഒമേഗ വാല്യൂസ് കൊടുത്തിട്ട് അതിൻ്റെ മാഗ്നിറ്റ്യൂഡും ഫേസ് ആംഗിളും കണ്ടുപിടിക്കണം. ദെൻ അതിനെ റെക്റ്റാങ്കുലർ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും കണ്ടുപിടിക്കണം. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് എന്ത് വേണം, കംപ്ലീറ്റ് ആവണമെങ്കിൽ ഇപ്പോൾ നമുക്ക് ജി ഓഫ് ജെ ഒമേഗ ലോക്കസ് വാല്യൂസ് കിട്ടി. അതായത് 2 കെയിലുള്ള, ഒന്ന് കെ ഇസ് ഈക്വൽ ടു 1ഉം ഒന്ന് കെ ഇസ് ഈക്വൽ ടു 2.5 2 ജി ഒമേഗ ലോക്കസ് കിട്ടി. ഇനി നമുക്ക് സ്റ്റെബിലിറ്റി അനാലിസിസിന് വേണ്ടി എന്ത് ലോക്കസാണ് വേണ്ടത്, -1/kn ലോക്കസ് ആണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ -1/kn നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം, -1 × 1/kn ദാറ്റ് ഈസ് ഈക്വൽ ടു -1 നമ്മൾ എന്താണ് പോളാർ ഫോമിൽ എഴുതുമ്പോൾ എങ്ങനെ വരും, 1 ആംഗിൾ -180 ഡിഗ്രി ഇൻറ്റു 1/kn. ഇനി നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് തന്നേക്കുന്ന എന്താണ്, ഒരു സാച്ചുറേറ്റിംഗ് ആംപ്ലിഫയർ ആണ്. സാച്ചുറേഷൻ നോൺ ലീനിയാരിറ്റിയാണ് നമുക്ക് ഈ ഫംഗ്ഷനിലുള്ളത്. അപ്പോൾ നമ്മൾ സാച്ചുറേഷൻ നോൺ ലീനിയാരിറ്റിയുടെ ഡിസ്ക്രൈബിംഗ് ഫംഗ്ഷൻ നമ്മൾ മുന്നത്തെ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു, സാച്ചുറേഷൻ നോൺ ലീനിയാരിറ്റിയുടെ ഡിസ്ക്രൈബിംഗ് ഫംഗ്ഷൻ. അപ്പോൾ അത് നമ്മൾ ഇവിടെ കൊണ്ടുവരണം. എന്താണ്, kn ഇസ് ഈക്വൽ ടു, ഇവിടെ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. അതായത് ക്യാപിറ്റൽ എക്സ് എന്താണ്, നമ്മളെ ഇൻപുട്ട് എക്സിൻ്റെ മാക്സിമം ആംപ്ലിറ്റ്യൂഡാണ്. എന്നിട്ട് എസ് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ സാച്ചുറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന പോയിൻ്റാണ്. ഓക്കെ, നമ്മൾ ഡിസ്ക്രൈബിംഗ് ഫംഗ്ഷൻ പഠിച്ചപ്പോൾ ഇതൊക്കെ പഠിച്ചതായിരുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ 2 പാർട്ടായിട്ട് കൺസിഡർ ചെയ്യും. അതായത് എക്സ് ലെസ് ദാൻ എസ്സും എക്സ് ഗ്രേറ്റർ ദാൻ എസ്സും. ഈ ഫിഗറിൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അതായത് ഇപ്പോൾ എസ് എന്ന് പറയുന്നത്, എസ് ആ സാച്ചുറേഷൻ തുടങ്ങുന്ന പോയിൻ്റാണ്. നമ്മൾ താഴോട്ട് ഡോട്ടിട്ട് വരച്ചിട്ട് നമുക്ക് ബീറ്റ എന്ന് പറയുന്ന ഒമേഗ ഇസ് ഈക്വൽ ടു ബീറ്റ എന്ന് പറയുന്ന പോയിന്റ് നമുക്ക് കിട്ടുന്നു. ഫസ്റ്റ് നമ്മൾ എടുക്കുന്നത് എങ്ങനെയാണ്, എക്സ് ലെസ് ദാൻ എസ് ആണെന്നുണ്ടെങ്കിൽ, അതായത് ആ സിൻസോയ്ഡൽ വേവിൻ്റെ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് എന്താണ്, എസ്സിനേക്കാളും താഴെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബീറ്റ എന്ത് വരും, ഓൾമോസ്റ്റ് π/2 ആയിരിക്കും വരുന്നത്. ഓക്കെ, അങ്ങനെ ബീറ്റ π/2 വരുവാണെങ്കിൽ നമ്മൾ ഈ ഡിസ്ക്രൈബിംഗ് ഫംഗ്ഷനിൽ ബീറ്റയ്ക്ക് പകരം π/2 ഇട്ട് കൊടുത്താൽ നമുക്ക് വാല്യൂ എന്താണ് വരുന്നത്, k എന്ന് മാത്രമേ വരുള്ളൂ. ഓക്കെ, ഇനി നെക്സ്റ്റ് എക്സ് ഗ്രേറ്റർ ദാൻ കെ ആണെങ്കിൽ നമ്മൾ ഡിസ്ക്രൈബിംഗ് ഫംഗ്ഷൻ ഡിറൈവ് ചെയ്യാൻ ചെയ്ത പോലെ അതിൽ നമ്മൾ വരച്ചത് എക്സ് ഗ്രേറ്റർ ദാൻ എസിൻ്റെ ഫിഗർ ആയിരുന്നു. അപ്പോൾ നമുക്ക് ആ ഡിസ്ക്രൈബിംഗ് ഫംഗ്ഷൻ ഡയറക്റ്റ് അത് തന്നെ ആയിരിക്കും എഴുതേണ്ടത്. ഓക്കെ, ഇനി നമ്മൾ എന്താണ്, അവിടെ കെ ഇസ് ഈക്വൽ ടു 1 ആയതുകൊണ്ടാണ് നമുക്ക് ആ എക്സ് ലെസ് ദാൻ എസ്സിന് നമുക്ക് 1 എന്ന് പറയുന്ന വാല്യൂ. നമുക്ക് കിട്ടിയ ആൻസർ കെ ആയിരുന്നു. നമ്മളിവിടെ കെ ഈക്വൽ ടു 1 ആണ് അസ്യൂം ചെയ്തത്. ഓക്കെ, ഇനി നമുക്ക് ബീറ്റ എന്താണ്, ബീറ്റ ഇസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് ഓഫ് s/x ആണ്. അതൊക്കെ നമ്മൾ അന്ന് ഡിസ്ക്രൈബിംഗ് ഫംഗ്ഷൻ പഠിച്ചായിരുന്നു. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, -1/k. നമ്മളിപ്പോൾ ഇവിടെ നമ്മൾ kn ആണ് എഴുതിയത്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, -1/kn കണ്ടുപിടിക്കണം. -1/kn എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു, 1 ആംഗിൾ -180 ഡിഗ്രി ഇൻറ്റു 1/kn ആണെന്ന് അറിയാം. നമ്മൾ നേരത്തെ ഇവിടെ കണ്ടുപിടിച്ചായിരുന്നു, 1 ആംഗിൾ -180 ഡിഗ്രി ഇൻറ്റു 1/kn ആണെന്ന്. ഓക്കെ, അപ്പോൾ ആ kn വാല്യൂവിന് പകരം ഇപ്പോൾ നമുക്ക് ഈ കിട്ടിയ 2 വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ എന്തൊക്കെ വരും, എക്സ് ലെസ് ദാൻ 1, അതായത് ഇവിടെ എസ് ഈക്വൽ ടു 1 ആണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്, കെ ഇസ് ഈക്വൽ ടു 1 ആൻഡ് എസ് ഈക്വൽ ടു 1. സോ എക്സ് ലെസ് ദാൻ 1 വരുമ്പോൾ എന്തായിരിക്കും നമ്മുടെ വാല്യൂ, നമുക്ക് ഇവിടുത്തെ വാല്യൂ ഫസ്റ്റ് വാല്യൂ 1 തന്നെ ആയിരുന്നു. സോ എന്ത് വരും, 1 ആംഗിൾ -180 ഡിഗ്രി തന്നെ വരും. ഓക്കെ, സെക്കൻഡ് വാല്യൂ എന്താണ്, 2k/π. അവിടെ കെയുടെ സ്ഥാനത്ത് 1 ആവും. 2/π ഇൻറ്റു ബീറ്റ പ്ലസ് സൈൻ ബീറ്റ കോസ് ബീറ്റ. അത് 1/kn ആകുമ്പോൾ എന്ത് വരും, തിരിച്ചു വരും, π/2 ഇൻറ്റു ബീറ്റ പ്ലസ് സൈൻ ബീറ്റ കോസ് ബീറ്റ. ആംഗിൾ എന്താണ്, -180 ഡിഗ്രി. ഓക്കെ, ഇനി നമ്മൾ ബീറ്റ എന്ത് വരും, ബീറ്റയ്ക്ക് നമ്മൾ എസ്സിൻ്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കും, 1 കൊടുക്കും. ഓക്കെ, അപ്പോൾ സൈൻ ഇൻവേഴ്സ് ഓഫ് 1/x എന്ന് കിട്ടും. ആ മുകളിലത്തെ ഇക്വേഷനിൽ എസ്സിന് പകരം എക്സ് കൊടുക്കുമ്പോൾ ബീറ്റ ഇസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് ഓഫ് 1/x എന്ന് കിട്ടും. ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, അതായത് എന്താണ്, എക്സ് ലെസ് ദാൻ 1, എക്സിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് അപ്പോൾ എവിടെയാണ്, 1ൽ താഴെ ഏത് പോയിൻ്റ് എടുത്താലും നമുക്ക് എന്തായിരിക്കും, 1 ആംഗിൾ -180 ഡിഗ്രി ആയിരിക്കും -1/kn വാല്യൂ. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ അതാണ് 1 ആംഗിൾ -180 ഡിഗ്രി ആണ്. ഏതാണ്, -1/kn ലോക്കസിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻ്റ്. ഓക്കെ, ഇനി എന്ത് ചെയ്യണം, എക്സ് ഇൻക്രീസിങ് ടു ദ നെഗറ്റീവ് റിയൽ ആക്സിസ്.
ഇനി എക്സ് വാല്യൂസ് എന്താണ്, നെഗറ്റീവ് റിയൽ ആക്സിസിലോട്ട് ഇൻക്രീസ് ചെയ്യണം. അതായത് നമ്മുടെ 1 ആംഗിൾ മൈനസ് 180 ഡിഗ്രി എന്ന് പറഞ്ഞാൽ നമ്മൾ റിയൽ ആൻഡ് ഇമാജിനറി പാർട്ടായിട്ട് എഴുതുമ്പോൾ എന്ത് വരും, -1 + j ആണ്. സോ അത് ഇൻക്രീസ് ആയി പോകുമ്പോൾ എന്താണ്, നെഗറ്റീവ് റിയൽ ആക്സിസിലോട്ടാണ് ഇൻക്രീസ് ആയി പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എക്സിന് പല വാല്യൂസ് ഇട്ട് കൊടുക്കുന്നു. പല വാല്യൂസ് ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് വരും, ഫസ്റ്റ് നമുക്ക് ബീറ്റ കിട്ടും. ബീറ്റ ഇസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് ഓഫ് 1/x ആണ്. അത് നമ്മൾ റേഡിയൻസിലാണ് കണ്ടുപിടിക്കുന്നത് ബീറ്റയുടെ വാല്യൂ. ഓക്കെ, അപ്പോൾ ബീറ്റയുടെ വാല്യൂ കിട്ടും. ദെൻ ആ ബീറ്റ വാല്യൂ നമ്മൾ ഈ -1/kൻ്റെ ഇക്വേഷൻ, അതായത് π/2 ബീറ്റ പ്ലസ് സൈൻ ബീറ്റ കോസ് ബീറ്റ ഇക്വേഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് വാല്യൂസ് കിട്ടും. അത് പോളാർ ഫോമിലായിരിക്കും. അത് നമ്മൾ വീണ്ടും റെക്റ്റാങ്കുലർ ഫോമിലോട്ട് ആക്കണം, റിയൽ ആൻഡ് ഇമാജിനറി പാർട്ട്. അപ്പം ഇത് -180 ഡിഗ്രി ആണ്, നമുക്ക് പാടില്ല റെക്റ്റാങ്കുലർ ഫോമിലോട്ട് ആക്കാൻ. ഓക്കെ, അത് മാഗ്നിറ്റ്യൂഡിൻ്റെ കൂടെ മൈനസ് ഇട്ട് കൊടുത്താൽ മതി. അപ്പം നമുക്ക് എന്തിൻ്റെയൊക്കെ വാല്യൂസ് കിട്ടി, k = 1 g(j)(ω) പ്ലോട്ട് ചെയ്യാനുള്ള വാല്യൂസ് കിട്ടി. അതുപോലെ k = 2.5 g(j)(ω) പ്ലോട്ട് ചെയ്യാനുള്ള വാല്യൂസ് കിട്ടി. പിന്നെ -1/kn ലോക്കസ് പ്ലോട്ട് ചെയ്യാനുള്ള വാല്യൂസും കിട്ടി. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്രാഫ്. ഇതിൽ ഫസ്റ്റ് താഴേന്ന് ഫസ്റ്റ് കാണിച്ചിരിക്കുന്ന ഗ്രാഫ് എന്താണ്, g(j)(ω) വെൻ k = 1. k = 1 നമ്മൾ എടുത്ത വാല്യൂസ് വെച്ച് പ്ലോട്ട് ചെയ്തതാണ് ആ താഴേന്ന് ഫസ്റ്റ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, പിന്നെ വീണ്ടും അപ്വേർഡ്സിലോട്ട് പോകുന്ന എന്താണ്, k = 2.5 g(j)(ω) വാല്യൂസാണ്. ഇനി നമ്മുടെ -1/kn ലോക്കസ് എന്ന് പറയുന്ന ആ എക്സ് ആക്സിസിൽ തന്നെയാണ്, അതായത് ആ റിയൽ പാർട്ടിൽ തന്നെ ആണ്, ആക്സിസിൽ തന്നെയാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും, ആ ലെഫ്റ്റ് സൈഡിൽ ഡാർക്കായിട്ട് കാണാൻ പറ്റും. അതാണ് നമ്മുടെ എന്താണ്, -1/kn ലോക്കസ്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇനി നമ്മൾ സ്റ്റെബിലിറ്റി അനലൈസ് ചെയ്യണം. ഇപ്പോൾ നമുക്ക് പ്ലോട്ട് എല്ലാം കിട്ടി, അതായത് ലോക്കസ് എല്ലാം കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം, സ്റ്റെബിലിറ്റി അനലൈസ് ചെയ്യണം. ഫസ്റ്റ് നമുക്ക് നോക്കാം, k = 1. k = 1 വരുമ്പോൾ എന്ത് വരും, g(j)(ω) ലോക്കസ് ഡസ് നോട്ട് എൻക്ലോസസ് -1/kn ലോക്കസ്. അപ്പോൾ നമുക്ക് ഗ്രാഫിൽ നോക്കാം. ഓക്കെ, ഏറ്റവും താഴത്തെ ഗ്രാഫാണ് k = 1 വരുന്നത്. k = 1 വരുമ്പോൾ എന്താണ്, -1/kn എവിടെയാണ് കിടക്കുന്നത്, പുറത്താണ്. അപ്പോൾ g(j)(ω) -1/kn എൻക്ലോസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ സിസ്റ്റം എന്താണ്, സ്റ്റേബിളാണ്. ഓക്കെ, അപ്പം k = 1 വരുമ്പോൾ എന്താണ്, സിസ്റ്റം സ്റ്റേബിളാണ്. ഇനി അടുത്ത് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, ടു ഫൈൻഡ് ദ മാക്സിമം വാല്യൂ ഓഫ് k ഫോർ സ്റ്റെബിലിറ്റി. ഓക്കെ, സിസ്റ്റം എത്ര k ഏത് വാല്യൂ വരെയാണ് സിസ്റ്റം സ്റ്റേബിളായിട്ടിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഗ്രാഫിൽ നിന്ന് നമുക്ക് മനസ്സിലാവും, കെയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്യും തോറും എന്താണ്, ഗ്രാഫ് മുകളിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കണം. അതായത് കെയുടെ വാല്യൂ 1 ആയിരുന്നപ്പോഴുള്ള ഗ്രാഫാണ് ഏറ്റവും താഴെ. കെയുടെ വാല്യൂ 2.5 ആയപ്പോൾ അത് അപ്വേർഡ്സ് ഷിഫ്റ്റ് ചെയ്തു. ഓക്കെ, അപ്പം മുകളിലോട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മുടെ ഇങ്ങനെ മുകളിലോട്ട് പോകുമ്പം ആദ്യം -1/kn ലോക്കസിൽ ടച്ച് ചെയ്യേണ്ട പോയിൻ്റ് ഏതാണ്, ആ -1, അതായത് ആ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ വേണം ആദ്യം ടച്ച് ചെയ്യാൻ. അപ്പോൾ അവിടെ മേലെ ആയിരിക്കും എന്ത്, സിസ്റ്റം സ്റ്റേബിളായിട്ടിരിക്കുന്നത്. കാരണം അതിന് മുകളിലോട്ട് പോയാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, -1/kn എന്താണ്, എൻക്ലോസ്ഡ് ആവും. g(j)(ω) വെച്ചിട്ട് എൻക്ലോസ്ഡ് ആവും. അങ്ങനെ വരുമ്പോൾ നമുക്ക് അൺസ്റ്റേബിൾ ആയിപ്പോവും. സോ അത് എൻക്ലോസ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ, അതായത് -1/kn സ്റ്റാർട്ട് ചെയ്യുന്നത് വരെ അതുവരെയുള്ള പോയിൻ്റാണ് നമുക്ക് എടുക്കേണ്ടത്. അപ്പോൾ ആ ഇൻ്റർസെക്ഷൻ പോയിൻ്റ് എന്തായിരിക്കും, -1/kn സ്റ്റാർട്ട് ചെയ്യുന്നത് അത് -1 ഓക്കെ, -1 + j0 എന്ന് പറയുന്ന പോയിന്റിലാണ് -1/kn സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ പോയിന്റ് വരെയാണ് സിസ്റ്റം സ്റ്റേബിളായിട്ടിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് കണ്ടുപിടിക്കാം. ഇനി നമ്മൾ എന്ത് ചെയ്യും, അപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചു ആ പോയിന്റ് ഏതാണ്, -1 + j0, അതായത് -1/kൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഓക്കെ, അപ്പം g(j)(ω) വാല്യൂ എന്തായിരിക്കും, അപ്പം -1 ആയിരിക്കും. സോ അതിനെ പോളാറിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ 1 ആംഗിൾ -180 ഡിഗ്രി. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്താണ്, 1ഉം ആംഗിൾ എന്ന് പറയുന്നതാണ് -180 ഡിഗ്രി. ഇനി നമുക്ക് അസ്യൂം ചെയ്യും എന്താണ്, ωL എന്ന് പറയുന്നത് ഏതാ, g(j)(ω) ആ സ്റ്റാർട്ടിംഗ് പോയിന്റ്, അതായത് -1 എന്ന് പറയുന്ന ആ പോയിന്റിലുള്ള g(j)(ω)യുടെ ഫ്രീക്വൻസിയാണ് ωL എന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ആംഗിൾ എന്താണ്, ആംഗിൾ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചായിരുന്നു, -90 tan 1 of 0.5 ωL1 നമ്മളിപ്പോൾ കൊടുക്കും. അതായത് ഫ്രീക്വൻസി നമ്മളിപ്പോൾ അസ്യൂം ചെയ്തു, tan 1 of 4 ωL1 ഈക്വൽ ടു നമ്മുടെ ആംഗിൾ ഇവിടെ എത്ര ആണ്, -180 ഡിഗ്രി ആണ്. ആ പോയിന്റ് വെച്ചിട്ടല്ലേ നമ്മൾ പറയുന്നത്. അപ്പോൾ ആ പോയിന്റിലെ ആംഗിൾ എത്രയാണ്, -180 ഡിഗ്രി.
ഓക്കെ, -180 ഡിഗ്രി ആകുമ്പം നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുന്നു. അപ്പോൾ tan ഇൻവേഴ്സ് ഓഫ് 0.5 ഒമേഗ L1 പ്ലസ് tan ഇൻവേഴ്സ് ഓഫ് 4 ഒമേഗ L1 ഈക്വൽ ടു 90 ഡിഗ്രി. ഇനി നമ്മൾ രണ്ട് സൈഡിലും ടാൻ അപ്ലൈ ചെയ്യുന്നു. അപ്പം രണ്ട് സൈഡിലും ടാൻ ആകുമ്പോഴത്തേക്ക് ടാൻ ഇൻറ്റു ടാൻ ഇൻവേഴ്സ് ഓഫ് 0.5 ഒമേഗ L1 പ്ലസ് ടാൻ ഇൻവേഴ്സ് ഓഫ് 4 ഒമേഗ L1 ഈസ് ഈക്വൽ ടു ടാൻ 90. അപ്പോൾ ഫസ്റ്റ് ടേമിൽ നമുക്ക് എന്ത് വരും? ടാൻ എ പ്ലസ് ബി ഫോമിലാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ അപ്ലൈ ചെയ്യും? ടാൻ എ പ്ലസ് ബി ഈസ് ഈക്വൽ ടു ടാൻ എ പ്ലസ് ടാൻ ബി ബൈ 1 മൈനസ് ടാൻ എ ടാൻ ബി ഈക്വൽ ടു ടാൻ 90. അപ്പം ടാൻ ആൻഡ് ടാൻ ഇൻവേഴ്സ് കൊണ്ട് ക്യാൻസൽ ആയി പോകും. ബാക്കി മറ്റേ ഒമേഗ L1 വാല്യൂ മാത്രമേ വരത്തുള്ളൂ. അപ്പോൾ 0.5 ഒമേഗ L1 പ്ലസ് 4 ഒമേഗ L1 ബൈ 1 മൈനസ് 0.5 ഒമേഗ L1 പ്ലസ് 4 ഒമേഗ L1 ഈസ് ഈക്വൽ ടു ടാൻ 90 എന്താണ്? ഇൻഫിനിറ്റിയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഫ്രാക്ഷൻ ഇൻഫിനിറ്റി ആവണമെങ്കിൽ എന്തായിരിക്കണം കണ്ടീഷൻ? അതിൻ്റെ ഡിനോമിനേറ്റർ സീറോ ആയിരിക്കണം. ഓക്കെ, അപ്പം നമുക്ക് ആ ഡിനോമിനേറ്ററിനെ 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യാം. ഇക്വേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? 1 മൈനസ് 0.5 ഒമേഗ L1 ഇൻറ്റു 4 ഒമേഗ L1 ഈസ് ഈക്വൽ ടു 0. അതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ഒമേഗ L1 വാല്യൂ എന്ത് വരും? 1/√2. അപ്പോൾ ഫ്രീക്വൻസിയാണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? റേഡിയൻസ് പെർ സെക്കൻഡ്. അപ്പോൾ ഒമേഗ L1 ഈസ് ഈക്വൽ ടു 1/√2 റേഡിയൻസ് പെർ സെക്കൻഡ് ആണ് ആ പോയിന്റിലുള്ള ഫ്രീക്വൻസി. ഇനി നമുക്ക് എന്താണ് വേണ്ടത്? ആ ടൈമിലുള്ള കെ ആണ് വേണ്ടത്. അതായത് അറ്റ് വിച്ച് വാല്യൂ ഓഫ് കെ ദ സിസ്റ്റം വിൽ സ്റ്റേ സ്റ്റേബിൾ. ഏത് വാല്യൂ എത്തുന്നത് വരെ ആയിരിക്കും സിസ്റ്റം സ്റ്റേബിൾ ആയിട്ടിരിക്കും. അപ്പോൾ നമുക്ക് കെ വാല്യൂ ആണ് വേണ്ടത്. ഇപ്പോൾ കെ വാല്യൂ കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് വേണം? നമ്മുടെ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കണം. അതായത് മാഗ്നിറ്റ്യൂഡ് ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് വരും? കെ ബൈ ഒമേഗ L1 റൂട്ട് ഓഫ് 1 പ്ലസ് 0.25 ഒമേഗ L1 സ്ക്വയർ ഇൻറ്റു റൂട്ട് ഓഫ് 1 പ്ലസ് 16 ഒമേഗ L സ്ക്വയർ. അപ്പം മാഗ്നിറ്റ്യൂഡ് എന്താണ്? ജി ഓഫ് ജെ ഒമേഗയുടെ മാഗ്നിറ്റ്യൂഡ് എന്താണ്? 1 ആണ്. ഓക്കെ, അപ്പം അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കെ ഈസ് ഈക്വൽ ടു എന്ത് വരും? 2.25 എന്ന് വരും. ഓക്കെ, ആ ഇക്വേഷൻ സിംപ്ലിഫൈ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് കെ ഈസ് ഈക്വൽ ടു 2.25 എന്ന് വരും. അപ്പം നമുക്ക് എന്ത് പറയാൻ പറ്റും? ദ സിസ്റ്റം റിമെയിൻസ് സ്റ്റേബിൾ ഇഫ് കെ ലെസ് ദാൻ 2.25. അപ്പോൾ ആ 2.25 എത്തുന്ന ആ ടൈം വരെയാണ് സിസ്റ്റം സ്റ്റേബിൾ എന്ന് പറയാൻ പറ്റുന്നത്. അപ്പം അതിന് താഴോട്ട്, അതായത് ഇഫ് കെ ലെസ് ദാൻ 2.25 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? സിസ്റ്റം സ്റ്റേബിളാണ്. അതിൻ്റെ എബോവ് വാല്യൂ ആയി പോയാൽ സിസ്റ്റം അൺസ്റ്റേബിളാണ്. ഇനി അടുത്ത നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? വെൻ കെ ഈസ് ഈക്വൽ ടു 2.5 ആകുമ്പോൾ ലിമിറ്റ് സൈക്കിളിൻ്റെ എന്തൊക്കെ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്? ഫ്രീക്വൻസിയും അത് സ്റ്റേബിൾ ആണോ അൺസ്റ്റേബിൾ ആണോ എന്നും കൂടെ നമുക്ക് കണ്ടുപിടിക്കണം. അതും നമ്മുടെ ക്വസ്റ്റ്യനിലുണ്ട്. അപ്പോൾ നമ്മൾ കെ ഈസ് ഈക്വൽ ടു 2.5 എന്ന് പറയുന്ന ലോക്കസും നമ്മൾ പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കെ ഈസ് ഈക്വൽ ടു 2.5 ലോക്കസ് -1/k എന്നെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റ് ഏതാണ്? നമുക്ക് ഗ്രാഫിൽ നോക്കാം. ഓക്കെ, ഗ്രാഫിൽ നോക്കുമ്പോൾ മുകളിലുള്ള ഫിഗറാണ് നമ്മുടെ കെ ഈസ് ഈക്വൽ ടു 2.5ൻ്റെ ജി ഓഫ് ജെ ഒമേഗ ലോക്കസ്. അത് നമ്മുടെ -1/k എന്നെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റ് ഏതാണ്? ആ ലിമിറ്റ് സൈക്കിൾ പോയിൻ്റ് ഏതാണ്? -1.11 പ്ലസ് J0. ആ പോയിൻറ്റിലാണ് ഇൻ്റർസെക്ഷൻ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ലിമിറ്റ് സൈക്കിൾ എന്താണെന്ന് പറയാൻ നമുക്ക് ഒരു സ്റ്റേബിൾ ലിമിറ്റ് സൈക്കിളാണ്. കാരണം ആ ജി ഓഫ് ജെ ഒമേഗയെ വെച്ച് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ -1/k എവിടെ നിന്നാണ് പോകുന്നത്? അൺസ്റ്റേബിൾ റീജിയനിൽ നിന്ന് ഒരു സ്റ്റേബിൾ റീജിയനിലോട്ടാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ ആ ജി ഓഫ് ജെ ഒമേഗയെ കൺസിഡർ ചെയ്യുവാണെങ്കിൽ അതിൻ്റെ എൻക്ലോസ് ചെയ്തേക്കുന്നത് ആ ഭാഗം എന്താണ്? അൺസ്റ്റേബിളാണ്. എൻക്ലോസ് ചെയ്യാത്തത് സ്റ്റേബിളാണ്. അപ്പം -1/k എന്താണ്? നെഗറ്റീവ് റിയൽ ആക്സിസിലാണ് ഇൻക്രീസ് ചെയ്യുന്നത്. സോ എന്ത് പറയാൻ പറ്റും? അതൊരു അൺസ്റ്റേബിൾ റീജിയനിൽ നിന്ന് സ്റ്റേബിൾ റീജിയനിലോട്ടാണ് പോണത്. അതുകൊണ്ട് ആ ലിമിറ്റ് സൈക്കിൾ എന്താണ്? ഒരു സ്റ്റേബിൾ ലിമിറ്റ് സൈക്കിളാണ്. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ ചെയ്ത സെയിം പ്രൊസീജിയറാണ് ജി ഓഫ് ജെ ഒമേഗ ഈസ് ഈക്വൽ ടു. അപ്പോൾ അവിടുത്തെ ജി ഓഫ് ജെ ഒമേഗ വാല്യൂ എന്താണ്? 1.11 ആംഗിൾ -180 ഡിഗ്രി. ഓക്കെ, ഇപ്പം നമ്മൾ നേരത്തെ അസ്യൂം ചെയ്ത പോലെ ആ ടൈമിൽ, അതായത് ഈ സ്റ്റേബിൾ ലിമിറ്റ് സൈക്കിളിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്ന ഒമേഗ L2 ആയിട്ട് നമ്മൾ എടുത്തു. അപ്പോൾ അവിടുത്തെ ആംഗിൾ എന്താണ്? ആംഗിൾ ജി ഓഫ് ജെ ഒമേഗ ഈസ് ഈക്വൽ ടു -90 ഡിഗ്രി മൈനസ് ടാൻ ഇൻവേഴ്സ് ഓഫ് 0.5 ഒമേഗ L1 മൈനസ് ടാൻ ഇൻവേഴ്സ് ഓഫ് 4 ഒമേഗ L1 ഈസ് ഈക്വൽ ടു -180 ഡിഗ്രി. ഇതിൽ നിന്ന് നമുക്ക് ഒമേഗ L2 കണ്ടുപിടിക്കുമ്പോൾ ആ സ്റ്റേബിൾ ലിമിറ്റ് സൈക്കിളിൻ്റെ ഫ്രീക്വൻസി കിട്ടും. അപ്പോൾ ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു ഒമേഗ L2 ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു 1/√2 തന്നെ നമുക്ക് കിട്ടും. ഈക്വൽ ടു 0.707 റേഡിയൻസ് പെർ സെക്കൻഡ്. അപ്പോൾ ഇതാണ് നമ്മുടെ ലിമിറ്റ് സൈക്കിളിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഓക്കെ,
അപ്പം നമുക്ക് ഈ പ്രോബ്ലത്തിൽ നിന്ന് എന്തൊക്കെ റിസൾട്ട് നമുക്ക് കിട്ടി? വെൻ k ഈസ് ഈക്വൽ ടു 1, അതായത് k ഈസ് ഈക്വൽ ടു 1 ഉള്ള g ഓഫ് g ഒമേഗ നമ്മൾ വരച്ചു. അപ്പോൾ k ഈസ് ഈക്വൽ ടു 1 ആകുമ്പോൾ എന്താണ്? സിസ്റ്റം സ്റ്റേബിളാണ്. പിന്നെ സിസ്റ്റം റിമെയിൻ സ്റ്റേബിൾ ഇഫ് k ലെസ് ദാൻ 2.25. k 2.25 വാല്യൂവിൻ്റെ താഴെയാണെന്നുണ്ടെങ്കിൽ സിസ്റ്റം എപ്പോഴും സ്റ്റേബിളായിരിക്കും. വെൻ k ഈസ് ഈക്വൽ ടു 2.5 ആകുമ്പോൾ എന്താണ്? നമുക്കൊരു സ്റ്റേബിൾ ലിമിറ്റ് സൈക്കിൾ കിട്ടും. ഓക്കെ, അതായത് ആ -1/k ഒരു അൺസ്റ്റേബിൾ റീജിയനിൽ നിന്ന് സ്റ്റേബിൾ റീജിയനിലോട്ടാണ് പോകുന്നത്. സോ ആ ലിമിറ്റ് സൈക്കിൾ ഒരു സ്റ്റേബിൾ ലിമിറ്റ് സൈക്കിളാണ്. ഹൂസ് ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ എന്താണ്? നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു, ഈസ് 0.707 റേഡിയൻസ് പെർ സെക്കൻഡ്. ഓക്കെ, ഇതാണ് നമ്മുടെ മോഡ്യൂൾ 5 പ്രോബ്ലം. ഇതോടെ നമ്മുടെ മോഡ്യൂൾ 5 തീർന്നു. ഓക്കെ.